പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 105 അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്, യോസെഫിനെ കുറിച്ച് സങ്കീർത്തനങ്ങൾ പറയുന്നതായ ഒരു ഭാഗമാണ്. അവിടെ യോസെഫ് മിസ്രൈമിലേക്ക് ആദ്യമായി കടന്നു പോവുകയും തുടർന്ന് ദൈവത്തിൻ്റെ ജനം മിസ്രൈമിലെത്തുകയും ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോസെഫിനെ ആദ്യമായി ഒരു ദാസനായിട്ടാണ് മിസ്രൈമിലേക്ക് വിറ്റുകളയുന്നത്. അതിനുശേഷമാണ് അവനവിടെ രാജസന്നിധിയിൽ ഒരു ഫറവോൻ്റെ കീഴിലുള്ളതായ ഒരു മന്ത്രിയായി അല്ലെങ്കിൽ ഒരു പ്രധാന മനുഷ്യനായി തീർന്ന് അവിടെ രാജഭരണത്തിൽ പങ്കാളിയാകുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്ന കാര്യം, യഹോവയുടെ വചനം നിവൃത്തിയാകുന്നത് വരെയും യോസെഫിന് മിസ്രൈമിലെത്തുമ്പോൾ പ്രയാസങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. യോസെഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അറിയാം, യോസെഫ് തൻ്റെ അപ്പനായ യാക്കോബിന് ഇഷ്ടമുള്ളതായ ഒരു പുത്രനായിരുന്നു. അവൻ്റെ വാർദ്ധക്യത്തിൽ ജനിച്ചതുകൊണ്ട് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് തൻ്റെ അപ്പൻ്റെ വാത്സല്യത്തിൽ ജനിച്ചു വീണ് തൻ്റെ അപ്പൻ്റെ വാത്സല്യത്തിൽ വളർന്ന യോസെഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹോദരന്മാർക്ക് അത് അവന് കൊടുത്തതായ വാത്സല്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ അവന് വിരോധമായി സംസാരിച്ചു, അവന് വിരോധമായി പ്രവർത്തിച്ചു. അവനെ അവർ ഒരു പൊട്ടക്കുഴിയിലിട്ടു. അതിനുശേഷം മിസ്രൈമ്യ കച്ചവടക്കാർക്ക് അവർ അവനെ വിറ്റുകളഞ്ഞു. അപ്പോൾ ആ കച്ചവടക്കാർ അവനെ വിറ്റതുകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവർ മിസ്രൈമിലെത്തി. അവിടെ മിസ്രൈമ്യർക്ക് അവന് വിൽക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 17-ാമത്തെ വാക്യം, അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസെഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. ഒരു ദാസനെ പോലെ, സ്വന്തം സഹോദരനായിരുന്ന യോസെഫിനെ ഒരു ദാസനെ പോലെ വിൽക്കപ്പെട്ടവനായി മാറ്റിക്കൊണ്ട് അവനെ ഒരു കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. അങ്ങനെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞതായ യോസെഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അങ്ങനെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു എങ്കിലും അവൻ ആദ്യം ദൈവജനത്തിൻ്റെ പക്ഷത്ത് നിന്നും ആദ്യം മിസ്രൈമിലെത്തുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്. യാക്കോബാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. യാക്കോബിൻ്റെ സന്തതികൾ നമുക്കറിയാവുന്നത്, യാക്കോബിൻ്റെ 12 സന്തതികളിൽ നിന്നാണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രങ്ങളുടെ ആരംഭം. അപ്പോൾ അങ്ങനെയുള്ള യാക്കോബിൽ നിന്നുള്ള ആദ്യത്തെ ഒരു മനുഷ്യൻ മിസ്രൈമിലെത്തുന്നത് ഒരു ദാസനായിട്ടാണ്. സ്വന്തം സഹോദരന്മാരാണ് അവനെ വിറ്റുകളഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ പോത്തിഫേറിൻ്റെ ഭവനത്തിലാണ് അവനായിരുന്നത്. പോത്തിഫേറിൻ്റെ ഭവനത്തിലൊക്കെ അവൻ വിശ്വസ്തനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് പോത്തിഫേറിൻ്റെ ഭവനത്തെയൊക്കെയും ദൈവം അനുഗ്രഹിച്ചു. അത് മനസ്സിലാക്കിയ പോത്തിഫേർ അവനെ അധികത്തിൽ വിചാരകനാക്കി. പോത്തിഫേർ അറിയാത്തതായ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ പോത്തിഫേറിന് അറിയാൻ പാടില്ലാത്തതായ ഭവനത്തിലെ എല്ലാ കാര്യങ്ങൾ പോലും അവിടെ ക്രമീകരിച്ചുകൊണ്ടിരുന്നത് യോസെഫാണ്. അങ്ങനെ യോസെഫിന് തൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ രീതിയിൽ യോസെഫ് വിശ്വസ്തനായിരുന്നു, കൃതാർത്ഥനായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ സത്യത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഈ പോത്തിഫേറിൻ്റെ ഭവനത്തെ സേവിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ പോത്തിഫേറിൻ്റെ ഭാര്യ അവനെ ഒരു ചതിയിൽ അകപ്പെടുത്തുകയും അങ്ങനെ പോത്തിഫേർ അവനെ രാജാവിനോട് ആ കുറ്റം ഏറ്റുപറയിപ്പിച്ച്, അല്ലെങ്കിൽ രാജാവിനോട് ആ കാര്യങ്ങൾ പറയിപ്പിച്ച് അവനെ അവിടെ തടവറയിലാക്കുകയും ചെയ്തു. ആ തടവറയിലാക്കിയതിന് ശേഷവും ആ തടവറയിലുള്ളതായ കാരാഗ്രഹം പ്രമാണിക്ക് യോസെഫിനോട് ഒരു കൃപ തോന്നി. അങ്ങനെ യോസെഫിനെ ആ കാരാഗ്രഹ പ്രമാണി ആ കാരാഗ്രഹത്തിനൊക്കെയും വിചാരകനാക്കി മാറ്റി. പക്ഷേ യോസെഫ് അപ്പോഴും ഒരു ദാസനാണ്. ഇപ്പോൾ ദാസൻ മാത്രമല്ല, ആ ദാസവർഗത്തിൽപ്പെട്ട ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു കുറ്റവാളിയും കൂടിയാണ്. ആ ഒരു സ്റ്റാറ്റസാണ് യോസെഫിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ
ആ കുറ്റവാളിയുടെ സ്റ്റാറ്റസിൽ അകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിലനിന്നിട്ടുള്ളതായ യോസെഫിനെ കുറിച്ചുകൂടെ പറയുന്നത് 19-ാമത്തെ വാക്യം 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നത് അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പു ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ കാരാഗ്രഹത്തിൽ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കൃപ തോന്നി, അവൻ എല്ലാ കാര്യങ്ങളിലും അവിടെ വിചാരകനായിരുന്നുവെങ്കിലും അവിടെ പറയുന്നത് അവൻ ഒരു ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് ബന്ധിക്കപ്പെടുകയും അവൻ ചങ്ങലകൾ കൊണ്ട് ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അപ്പോൾ ഇരുമ്പ് ചങ്ങലകൾ ശരീരത്തുണ്ട് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ, അതുപോലെ തന്നെ കാലുകൾ വിലങ്ങിലും കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് കാരാഗ്രഹത്തിൽ യോസേഫ് കിടക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു ഫറവോൻ്റെ പാനപാത്രവാഹകനും ഫറവോൻ്റെ അപ്പക്കാരനും അവിടെ കാരാഗ്രഹത്തിൽ വന്നുപെട്ടു. അപ്പക്കാരൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം യോസേഫ് കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ പാനപാത്രവാഹകൻ വന്നു. പാനപാത്രവാഹകൻ കണ്ട സ്വപ്നവും യോസേഫ് വ്യാഖ്യാനിച്ചു. പാനപാത്രവൻ കണ്ട സ്വപ്നം അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ സന്നിധിയിൽ അവൻ വീണ്ടും തിരിച്ചു ചെല്ലുമെന്നും അങ്ങനെ തിരിച്ചു ചെല്ലുന്ന സമയത്ത് യോസേഫിനെ ഓർക്കണമെന്ന് യോസേഫ് ആവശ്യപ്പെട്ടു. പക്ഷേ കാരാഗ്രഹ പ്രമാണിയെ മറന്നുപോയി. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ 17 വയസ്സുള്ളപ്പോൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിന്ന് ഇങ്ങനെ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടവനായി, അടിമയായി, അവസാനം കുറ്റവാളിയായി ഈ കാരാഗ്രഹത്തിൽ കിടന്നു. വേദപുസ്തകം ഈ സങ്കീർത്തനം അതാണ് നമ്മളോട് പറയുന്നത്. അവിടെ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ്റെ ശരീരത്തിൽ ചങ്ങലകൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അതിനൊരു അവസാനമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ അരുളപ്പാടിന്, ദൈവത്തിൻ്റെ വചനം അത് നിവൃത്തിയാകുന്ന ഒരു സമയം വരെയാണ് യോസേഫിൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുവാനും അവൻ്റെ ശരീരം ചങ്ങലകളിൽ ബന്ധിതമാകുവാനും സാധിക്കുകയുള്ളൂ. യോസേഫ് ചെയ്ത കുറ്റം അവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും യോസേഫിനെ ഒരു കുറ്റവാളിയായി അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കുറ്റവാളിയായി യോസേഫ് കുറ്റം ചെയ്തത് എത്ര കാലമാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നില്ല. പക്ഷേ ആ കാലം തികഞ്ഞു എന്നും അവിടെ പറയുന്നില്ല. പക്ഷേ അവിടെ വേദപുസ്തകം നമ്മളോട് പറയുന്നത് അതിന് യഹോവയുടെ വചനം നിവൃത്തിയാകുന്നത് വരെ മാത്രമേ യോസേഫിനെ ഈ രീതിയിൽ വിലങ്ങുകൊണ്ട് ബന്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മിസ്രൈം അന്ന് ഫറവോന്മാരുടെ നേതൃത്വത്തിൽ, ഫറവോ രാജാവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടൊരു രാജ്യമാണ്, ശക്തമായ ഒരു ഭരണമാണ്, നീതിന്യായ വ്യവസ്ഥകളുണ്ട്, കാരാഗ്രഹവും കാരാഗ്രഹ പ്രമാണിയും അങ്ങനെയുള്ള സകല കാര്യങ്ങളും അവിടെയുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഇത്ര ശക്തമായിട്ടുള്ള ഒരു രാജ്യ നേതൃത്വത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുന്നത് വരെ മാത്രമേ യോസേഫെ നിന്റെ കാലിൽ വിലങ്ങുകൊണ്ട് ബന്ധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഈ പറയുന്ന രാജകൊട്ടാരങ്ങളുടെ ഉത്തരവ് അത് പൂർത്തിയാകുന്നവരെയല്ല, അത് നിനക്ക് ലോകം തരുന്നതായ ശിക്ഷ ഇത്ര വരെ എന്ന് ലോകം എണ്ണി തീർക്കുന്നത് വരെയല്ല, ആ കാലയളവ് വരെയല്ല. അവർ പറയുന്നത് പോലെയല്ല. ഈ ലോകത്തിലെ ഏതു വലിയ കോടതി ശിക്ഷിച്ചാലും, ഏതു വലിയ കോടതിയും ഏതു വലിയ രാജ്യത്വവും നമ്മെ ഏത് രീതിയിൽ കൊണ്ടിട്ടാലും ശരി, ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകുന്നത് വരെ മാത്രമേ ആ ചങ്ങല അവിടെ കിടക്കുകയുള്ളൂ. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, യഹോവയുടെ വചനം നിവൃത്തിയാകുവോളം. അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. യഹോവയുടെ വചനം നിവൃത്തിയായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് യോസേഫിൻ്റെ കാലുകളിൽ നിന്ന് വിലങ്ങുകൾ മാറി. കാരണം ഫറവോനെ ആ സ്വപ്നം കാണിച്ചത് ദൈവമാണ്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32
ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 41 അധ്യായം അതിൻ്റെ 16 വാക്യം പറയുന്നു. 25 വാക്യം പറയുന്നു, അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യോസേഫ് സ്വപ്നവ്യാഖ്യാനം നടത്തുമ്പോൾ ഫറവോനോട് പറയുന്നത് ഭാഗം ഇതാണ്: ഇനി ചെയ്യുവാൻ പോകുന്നതായ മിസ്രൈം രാജ്യത്ത് ചെയ്യുവാൻ പോകുന്ന അല്ലെങ്കിൽ വരുവാൻ പോകുന്നതായ കാര്യം ദൈവമാണ് ഫറവോന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഫറവോൻ അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യം അവിടെയുള്ള രാജാവിനോട് ദൈവം വെളിപ്പെടുത്തി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവമാണ് ഈ യോസേഫിൻ്റെ ചങ്ങലകൾ അഴിക്കുവാനായിട്ട് ഇടപെടുന്നത്. യോസേഫിൻ്റെ ചങ്ങലകൾ അഴിച്ചു മാറ്റാനായിട്ട് ദൈവം ഫറവോൻ ഒരു സ്വപ്നം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുന്നത് ഈ രീതിയിലൂടെയാണ്. ദൈവം ചിലരെ ഉപയോഗിച്ചുകൊണ്ട് അവരിലൂടെ ചില കാര്യങ്ങൾ, ചില വിടുതലുകൾ, ചില കാര്യങ്ങൾ, ചില നീക്കുപോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നിർമ്മിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മളെ ഭരിക്കുന്ന, നമ്മുടെ മുമ്പിലുള്ള, നമുക്ക് മുകളിലുള്ളതായ ആളുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ മുകളിലുള്ളതായ ഭരണകർത്താക്കളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, നമ്മുടെ മുകളിലുള്ളതായ ഭരണകൂടങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അവരോട് ഇടപെടുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോസേഫിൻ്റെ ചങ്ങലകളെ അഴിക്കുവാൻ ദൈവം ഫറവോനൊരു സ്വപ്നം നൽകി. ഫറവോനൊരു സ്വപ്നം നൽകി. ആ ഫറവോൻ സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ഫറവോൻ്റെ കൂടെ ഉണ്ടായിരുന്ന, രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ രാജഭരണത്തിന് കീഴിലുണ്ടായിരുന്ന, ആ രാജ്യത്തിലുണ്ടായിരുന്ന സകലരെയും വിളിച്ചു വരുത്തി. അവരെ എല്ലാവരും വിളിച്ചു വരുത്തി സ്വപ്നത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടും അവർക്ക് പറയുവാനായിട്ട് സാധിച്ചില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. അവസാനം എങ്ങനെ ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം ലഭിക്കുമെന്ന് കൊട്ടാരത്തിന് മുഴുവൻ ആശങ്ക പടർന്നു കഴിഞ്ഞപ്പോൾ, അപ്പോഴാണ് പാനപാത്രവാഹകൻ ഓർക്കുന്നത്, എനിക്കിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, ആ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫറവോനോട് അവൻ ചെന്ന് പറഞ്ഞതിന് ശേഷം ഫറവോൻ യോസേഫിനെ വിളിച്ച് വേർതിരിക്കുകയാണ് രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 14 വാക്യം, ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോൻ യോസേഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായി ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരുത്തൻ കാരാഗ്രഹത്തിലുണ്ടെന്നും അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു എന്നും പാനപാത്രവാഹകൻ ഫറവോനോട് പറയുമ്പോൾ ഫറവോൻ ഉടനെ തന്നെ അവനെ വിളിച്ച് കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. നോക്കുക, ഫറവോന്റെ ചെവിയിൽ യോസേഫിനെ കുറിച്ച് ഈ കാര്യം അറിഞ്ഞ് ഉടനെ തന്നെ ഫറവോൻ ഉത്തരവിടുന്നു, ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഈ പറയുന്ന യോസേഫിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ആ സമയം വരെ അവൻ്റെ കാലുകളിൽ ചങ്ങലയാണ്, അവൻ്റെ ശരീരത്തിൽ ചങ്ങലയാണ്, അവൻ്റെ കാലുകളിൽ വിലങ്ങുകളാണ്. പക്ഷേ നിർണയിക്കപ്പെട്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ, നിർണയിക്കപ്പെട്ട നാളും നിർണയിക്കപ്പെട്ട സമയവും വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ചങ്ങലകൾ എടുത്തു മാറ്റി, അവൻ്റെ കാലുകളിൽ നിന്ന് വിലങ്ങെടുത്തു മാറ്റി, അവൻ സ്വതന്ത്രനായി തീർന്നു. അവനെ കുളിപ്പിച്ചു, ക്ഷൗരം ചെയ്യിപ്പിച്ചു, വസ്ത്രം മാറി അവൻ രാജസന്നിധിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിർണയിക്കപ്പെട്ട നാളുകൾ, സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുമ്പോൾ, ഹല്ലേലൂയ, അതുവരെ ഉള്ളതായ കാര്യങ്ങളെല്ലാം മാറിപ്പോയിട്ട് പുതിയൊരു തലത്തിലേക്ക് പ്രവേശിക്കാൻ, പുതിയൊരു ഭാവിയിലേക്ക് പ്രവേശിക്കാൻ, പുതിയൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ, പുതിയൊരു പദവിയിലേക്ക് പ്രവേശിക്കാൻ ദൈവമാണ് നമ്മളെ ഒരുക്കുന്നത്. ഹല്ലേലൂയ. അത് ഈ ലോകമല്ല ഒരുക്കുന്നത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നിർണയിക്കുന്ന സമയം വരെ ദൈവജനത്തിന്റെ മുമ്പാകെ ചങ്ങലകൾ കൊണ്ടും വിലങ്ങുകൾ കൊണ്ടും ദൈവജനത്തെ ബന്ധിച്ചിടുവാനായിട്ട് കഴിയുള്ളൂ. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആർക്ക് തടുക്കുവാനായിട്ട് കഴിയും? ദൈവം ആ ചങ്ങലകളെ അഴിച്ചു മാറ്റും, ദൈവം ആ വിലങ്ങുകളെ അഴിച്ചു മാറ്റും, ദൈവം അവരെ ശുദ്ധീകരിക്കും, ദൈവം അവരെ പദവിയിലേക്ക് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യും. ഹല്ലേലൂയ. നിർണയിക്കപ്പെട്ട നാളുകൾ വരെ മാത്രമാണ് ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ, ദൈവജനത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കാൻ, ദൈവത്തിൻ്റെ പ്രവർത്തികളെ വെളിപ്പെടാതെ വണ്ണം തടഞ്ഞു നിർത്തുവാനായിട്ട് ഏത് ഫറവോനും കഴിയുകയുള്ളൂ, ഏത് രാജ്യത്തിനും കഴിയുകയുള്ളൂ, ഏത് ഭരണത്തിനും കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് യോസേഫ് സേവിച്ചത്. അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ കഴിവുള്ള അതേ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഏത് ഇരുമ്പ് ചങ്ങലകളും അഴിഞ്ഞു വീഴുന്ന ദിവസമുണ്ട്, ഏത് വിലങ്ങുകളും അഴിഞ്ഞു വീഴുന്ന ദിവസമുണ്ട്. നമുക്ക് ഒരു ദിവസം 10 മണിക്കാണ് ഫറവോൻ ആ ഉത്തരവിട്ടതെങ്കിൽ ഏകദേശം 11 മണിയാകുമ്പോഴത്തേന് വസ്ത്രമെല്ലാം മാറി ക്ലീനായി ശുദ്ധീകരിക്കപ്പെട്ട തടവ് പുള്ളിയായിട്ടല്ല, സ്വതന്ത്രനായി അവൻ ഫറവോൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഫറവോൻ പറയുന്നു, നീ ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു മനുഷ്യനാണ്, സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുമോ? യോസേഫ് പറയുന്നത് ദൈവം അതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. ഫറവോൻ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ യോസേഫിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. യോസേഫ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നടത്തി. യോസേഫ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി, അതിനുള്ള പരിഹാരവും യോസേഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 37-ാമത്തെ വാക്യം, അധ്യായത്തിൻ്റെ 41-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം പറയുകയാണ്, ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തടവറയിൽ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ട് അത്രയും നാൾ ഇരുന്ന മനുഷ്യൻ്റെ സ്റ്റാറ്റസ് ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം മാറ്റിയെടുക്കുകയാണ്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ നമുക്ക് കണ്ടു കിട്ടുമോ എന്ന് ആ രാജ്യത്തിൻ്റെ രാജാവ് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മെ മാറ്റാൻ കഴിവുള്ള, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിവുള്ള, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റാൻ കഴിവുള്ള, നമ്മുടെ മുമ്പിലുള്ള വൻ മതിലുകളെ മാറ്റാൻ കഴിവുള്ള, നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ശരീരത്തിന്മേലുള്ള ചങ്ങലകളെ മാറ്റാൻ കഴിവുള്ള, നമ്മളെ ബന്ധിക്കുന്ന വിലങ്ങുകളെ മാറ്റാൻ കഴിവുള്ള, നമ്മളെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു തടവ് പുള്ളിയെ വിളിച്ചു നിർത്തിയിട്ടാണ് പറയുന്നത്, അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ, നിന്നെപ്പോലെ ജ്ഞാനവും നിന്നെപ്പോലെ വിവേകവുമുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ശക്തമായ സാമ്രാജ്യമാണ് അവിടെ. വിദ്വാൻമാരും വിവേകികളും ജ്ഞാനമുള്ളവരും ഉണ്ട്. പക്ഷേ ദൈവം വിളിച്ച് വേർതിരിച്ച യോസേഫിനോട് ഈ ലോകത്തിനും പറയാനായിട്ടൊരു കാര്യമുണ്ട്, നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരു മനുഷ്യനും ഇല്ല. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. ആരാണ്? ഹല്ലേലൂയ. അതുവരെ ഇല്ലാത്ത കുറ്റത്തിന് ഒരു പോത്തിഫേറിൻ്റെ ഭാര്യ ഒരു കള്ളം പറഞ്ഞ് ചതിച്ച് അവനെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ, ആ കാരാഗ്രഹത്തിൽ ഒരു തടവ് പുള്ളിയായി കഴിഞ്ഞ് അത്രയും നാൾ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു സമൂഹത്തിൽ ആ ഒരു സ്റ്റാറ്റസിൽ ജീവിച്ച യോസേഫിനോട് ഫറവോൻ പറയുകയാണ്, നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിർണയിക്കപ്പെട്ട നാൾ വരെ ചങ്ങല കിടക്കുകയുള്ളൂ. നിർണയിക്കപ്പെട്ട നാളിനപ്പുറത്തേക്ക് മേലധികാരിയുടെ പദവിയാണ് യോസേഫിന് ലഭിച്ചത്. യോസേഫ് ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോട് തെറ്റ് ചെയ്യാതെ, ദൈവത്തോട് പാപം ചെയ്യാതെ, ദൈവത്തെ സേവിച്ച് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. പിതാവിൻ്റെ കൃപ ലഭിച്ചവനാണ്. അവനെ തള്ളിക്കളയാൻ ദൈവത്തിന് സാധ്യമല്ല. അവനെ മറ്റെല്ലാവരും തള്ളിക്കളഞ്ഞു. അവൻ്റെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു. അവന് പൊട്ടക്കുഴിയിലേക്കിട്ടു. കച്ചവടക്കാരവനെ എടുത്ത് വിറ്റു. പോത്തിഫേറിൻ്റെ ഭവനത്തിൽ അവൻ ഏറ്റവും വിശ്വസ്തനായി നിന്നുവെങ്കിലും പോത്തിഫേറും അവനെ തള്ളിക്കളഞ്ഞു. അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തെങ്കിലും ആ പാനപാത്രവാഹകനും അവനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ നിർണയിക്കപ്പെട്ട സമയത്ത് ഇതിനൊന്നിനും തടയുവാൻ കഴിയാത്ത രീതിയിൽ യോസേഫിനെ ദൈവം എടുത്തുയർത്തി. ഒരൊറ്റ ദിവസം കൊണ്ട് തടവ് പുള്ളിയായി കിടന്ന യോസേഫിനെ ഫറവോൻ പറയുകയാണ്, നീ ദൈവാത്മാവുള്ള മനുഷ്യനാണ്,
നീ വിവേകമുള്ളവനാണ്, നീ ജ്ഞാനമുള്ളവനാണ്, അതുകൊണ്ട് നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകുമെന്ന് യോസേഫിനോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അവസ്ഥകളെ മാറ്റുന്നവനാണ്. ദൈവം തൻ്റെ സാഹചര്യങ്ങളെ മാറ്റുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഇതാ മിസ്രയീം ദേശത്തൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിപ്പിച്ചു. പ്രിയമുള്ളവരെ, യൗസേഫിനെ ആരൊക്കെ തള്ളിപ്പറഞ്ഞോ അവരുടെ മുമ്പിൽ വെച്ച് യൗസേഫിനെ ഉയർത്തി ഹല്ലേലൂയ അവൻ്റെ കയ്യിൽ മുദ്രമോതിരം ഇട്ടുകൊടുത്തു. അപ്പോൾ ഒരു ദിവസത്തിലെ ചില സമയങ്ങൾ കൊണ്ട്, ഒരു ദിവസത്തിലെ ചില മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ച അത്ഭുതമാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ നടന്നത്. അതുവരെ അവൻ്റെ കാലിൽ ചങ്ങലയും ശരീരത്തിൽ ചങ്ങലയും കാലുകളിൽ വിലങ്ങുകളുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, അവന് നേർമയുള്ള രാജവസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ വിരലുകളിൽ ഫറവോന്റെ മുദ്രമോതിരം, അവൻ്റെ കഴുത്തിൽ സ്വർണത്തിൻ്റെ ചെയിൻ. ഹല്ലേലൂയ. അവൻ നടക്കുന്നത്, അവനെ കയറ്റിക്കൊണ്ടു പോകുന്നത് ഫറവോന്റെ 2-ാമത്തെ രഥം. ഫറവോന്റെ 1-ാമത്തെ രഥം ഫറവോനുള്ളതാണെങ്കിൽ ഫറവോന്റെ 2-ാമത്തെ രഥം അത് യൗസേഫിനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ രീതിയിൽ യൗസേഫിനെ മാറ്റി. ഇവിടെ വേദപുസ്തകം എന്താണ് പറയുന്നത് എന്നറിയാമോ? നിർണയിക്കപ്പെട്ട നാളുകൾ വരെ മാത്രമേ യോസേഫേ നിന്റെ മുമ്പാകെ ഫറവോനും അവൻ്റെ ശക്തിയും തെളിഞ്ഞു നിൽക്കുകയുള്ളൂ. മിസ്രൈമിലെ ശക്തികളോ മിസ്രൈമിലെ രാജ്യത്വമോ നിന്റെ മുമ്പാകെ നിൽക്കുവാനായിട്ട്, നിന്നെ അടിച്ചമർത്തുവാനായിട്ട് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവമക്കളുടെ മുമ്പാകെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ ആ ശക്തികൾക്ക് തടയുവാനായിട്ട് കഴിയുള്ളൂ. ഒരു സമയം കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ നിർണയിക്കപ്പെട്ട നാളുകൾ കടന്നു വരുമ്പോൾ ആ ശക്തികൾ വഴിമാറിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തെ തടഞ്ഞു വയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടഞ്ഞു വയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയെ തടഞ്ഞു വയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവിഷയമായി സമ്പന്നനാകുവാനുള്ളതായ ഏത് മേഖലയും തടഞ്ഞു വയ്ക്കുന്ന ഏത് കാര്യങ്ങളും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ ഹല്ലേലൂയ ഭക്തിക്കും ജീവനും ആധാരമായിട്ട് ദൈവം പ്രദാനം ചെയ്യുന്ന സകലവും തടഞ്ഞു വയ്ക്കാൻ ഏത് ശക്തി പോരാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലും ഹല്ലേലൂയ, ഞാൻ പറയുന്നു, നിർണയിക്കപ്പെട്ട നാളുകൾ വരെ അത് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ നിർണയിക്കപ്പെട്ട നാളുകൾ കഴിഞ്ഞു വരുമ്പോൾ, അത് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സിംഹാസനം കൊണ്ട് മാത്രം അവൻ വലിയവനായിരിക്കും. ഹല്ലേലൂയ. സിംഹാസനം കൊണ്ട് മാത്രം ഫറവോൻ യോസേഫിൻ്റെ ജീവിതത്തിൽ വലിയവനായിരുന്നു. കാരണം യോസേഫ് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ അവിടെ നടന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം അത് പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് വെച്ചിട്ടുണ്ട്. ആ നിർണയിക്കപ്പെട്ട നാളുവരെ കാത്തിരിക്കുവാനായിട്ട്, ദൈവം മുമ്പാകെ കാത്തിരിക്കുവാൻ, പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർതിരിവിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായ ഉഷസ്സുമായി 2-ാം ദിവസം. 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 10-ാമത്തെ വാക്യം കൂടി ചേർന്ന് വായിക്കാം. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം പറയുകയാണ്, വെള്ളം ഭൂമിയെ മൂടിയിരുന്നു. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. ആകാശത്തിന് കീഴിലുള്ള ഭൂമിയിലുള്ള വെള്ളം അത് ഭൂമിയെ മുഴുവനും നിറഞ്ഞിരുന്നു. ആ ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തോട്, ആ വെള്ളത്തെ നോക്കി കർത്താവ് പറയുകയാണ്, ഈ വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞു. ആ
ഉൽപ്പത്തി പുസ്തകം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യങ്ങളൊക്കെ പലർക്കും കാണാപ്പാഠമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു. അപ്പം ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, അതിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. അതെത്ര നാൾ അങ്ങനെ കിടന്നുവെന്ന് ആർക്കും അറിയില്ല. ഭൂമി പാഴായും ശൂന്യമായും ഇരുളായും എത്ര നാളിരുന്നു എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഭൂമി പാഴായിരുന്നു, അത് ശൂന്യമായിരുന്നു, അതിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ അടുത്ത വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കുവാനായിട്ട് ഒരു സമയം കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കുവാനായിട്ട് ഒരു സമയം, ഒരു ദിവസം, ഒരു സമയം നിശ്ചയിച്ചപ്പോൾ അത് വെള്ളത്തിന് മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ മേലെ, ആ വെള്ളത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളങ്ങൾ ഭൂമിയിൽ നിന്നും മാറിയപ്പോൾ, ഹല്ലേലൂയ, ഇവിടെ ദൈവത്തിൻ്റെ വചനം അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ആ വെള്ളങ്ങളെല്ലാം മാറി ഒരു സ്ഥലത്തേക്ക് മാറിയിട്ട് കര കാണായി വന്നു. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയുടെ വെള്ളവും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിൽ, ഹല്ലേലൂയ, വചനത്തിന് അനുസൃതമായി അത് കര കാണുന്ന രീതിയിലേക്ക് ആ വെള്ളം മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് വെള്ളം കരയെ വന്ന് മൂടിയാലും ഹല്ലേലൂയ, അത് എത്ര നാളങ്ങനെ മൂടിയെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ആ വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വചനം അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ആ വെള്ളമെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറിയിട്ട് കര കാണായി വന്നു. ആ കരയിൽ ദൈവം പറഞ്ഞു, അതത് വിത്തുള്ള സസ്യങ്ങൾ ഉയർന്നു വരട്ടെ, ഫലങ്ങൾ സസ്യങ്ങൾ ഉയർന്നു വരട്ടെ. ആ കരയിൽ ജീവൻ വ്യാപരിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഇരുൾ മൂടിയതും, ഏത് പാഴായതും, ഏത് ശൂന്യവുമായ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുത്താൽ, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം അതിലേക്ക് വീണുകൊണ്ടിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, അവിടെ ആ ഇരുൾ മാറി, പാഴുമാറി, വെള്ളം മാറി കര കാണുവാനായിട്ട് സാധ്യമാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവന്റെ തുടിപ്പുകൾ നിർമ്മിക്കുവാൻ, സൃഷ്ടിക്കുവാൻ ദൈവത്തിന് സാധിക്കും. വിത്തുകൾ ആ ഭൂമിയിൽ, അതത് തരം വിത്തുകളുള്ള സസ്യങ്ങൾ, പുല്ലുകൾ, ഫലങ്ങൾ, തരം ഫലങ്ങൾ കൊടുക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ മൂടിക്കിടന്ന കര തെളിഞ്ഞു വന്നു. ആ കരയിൽ വൃക്ഷങ്ങളുണ്ടായി, ആ കരയിൽ പുല്ലുകളുണ്ടായി, ആ കരയിൽ സസ്യങ്ങളുണ്ടായി, ആ കരയിൽ ഫലങ്ങൾ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഫലങ്ങളും പുഷ്പങ്ങളും സസ്യങ്ങളും നിറയുന്ന ഒരു കരയായി അത് മാറി. അത് വെള്ളം മൂടിയ കരയല്ല, അത് പാഴായി തീർന്ന കരയല്ല, അത് ശൂന്യമായി തീർന്ന കരയല്ല, അത് ഇരുൾ മൂടിയ കരയല്ല. പിന്നെ ഇപ്പോൾ അത് ജീവനുള്ള കരയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. അവിടെ ഭൂചര ജീവികളെ ദൈവം സൃഷ്ടിച്ചു, അവിടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവനാണ്. എന്നും പാഴും ശൂന്യമായിരിക്കുവാനായിട്ടല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ഭൂമി വേദപുസ്തകത്തിലെ പണ്ഡിതന്മാർ പറയുന്നത്, ഈ വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, വർഷങ്ങളുടെ വ്യത്യാസങ്ങൾ കാണും. ആകാശഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം അത് പാഴും ശൂന്യവുമായി തീരുന്നതിന് വർഷങ്ങൾ കൂടെ എടുത്തിരിക്കാം. അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എന്നാലും പാഴും ശൂന്യമായി പോയി ആ ഭൂമി. പാഴും ശൂന്യവുമായി പോയ ആ ഭൂമിയെ അത് പാഴാകാതെ, അത് ശൂന്യമാകാതെ, അത് ഇരുട്ടിൽ നിറയാതെ അതിനെ വീണ്ടും ഒരു ഏദൻ തോട്ടമാക്കുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ, പാഴായിപ്പോയ ഏത് കാര്യത്തെയും, ശൂന്യമായിരിക്കുന്ന ഏതവസ്ഥയെയും, ഇരുൾ മൂടിയ ഏത് ജീവിതത്തെയും ദൈവത്തിന് വീണ്ടും സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ അതവൻ്റെ കയ്യിലിരുന്ന് തകർന്നു പോയെങ്കിലും, അത് കയ്യിലിരുന്നു കൊണ്ട് ആ പാത്രം പൊടിഞ്ഞു പോയെങ്കിലും അതിനെ മറ്റൊരു മാനപാത്രമാക്കി എടുക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ലയോ?
ഹല്ലേലൂയ. ദൈവത്തിനത് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് പത്രോസ് 1 പത്രോസ് 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേറ്റിൽ ഇട്ടുകൊള്ളുകയും. പ്രിയമുള്ളവരെ, യോസേഫിനെ പോലെ ഏത് കാരാഗ്രഹത്തിലായിരുന്നാലും, ചങ്ങലകൾ എത്രമാത്രം ഉണ്ടെങ്കിലും, വിലങ്ങുകളാൽ കാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, നമ്മൾ ആദിയിൽ കാണുന്നത് പോലെ ആ കരം മുഴുവനും വെള്ളത്താൽ മൂടപ്പെട്ട് ഇരുളും പാഴും ശൂന്യമായിരുന്നാലും അവിടെ ജീവൻ വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട്, ഒരു ദിവസം കൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് ഇരുമ്പ് ചങ്ങലകൾ അഴിഞ്ഞു വീണ്, വിലങ്ങുകൾ അഴിച്ചു വീണ്, തടവറയുള്ള വസ്ത്രങ്ങൾ മാറി നേർമയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച്, അവൻ്റെ വിരലുകളിൽ മുദ്രമോതിരം അണിയിച്ച്, അവനെ ഫറവോൻ്റെ 2ാമത്തെ രഥത്തിൽ കയറ്റി നാടുനീളെ വഴി നടത്തി അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തുവിൻ എന്ന് പറയിപ്പിച്ചവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ പറയുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും അവൻ നമുക്ക് വേണ്ടി കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിലും, ഇന്ന് രാത്രിയിലും, ഇന്ന് മധ്യാഹ്നത്തിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏതവസ്ഥയിലായിരുന്നാലും, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജീവൻ പകരുവാൻ, വീണ്ടും നിറയ്ക്കുവാൻ, വീണ്ടും ശക്തീകരിക്കുവാൻ, വീണ്ടും ബലപ്പെടുത്തുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ മതിയായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത് കേൾക്കുമ്പോൾ തന്നെ അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ നിറയട്ടെ. അവരുടെ ജീവിതത്തിലേക്ക് ദൈവം നിർണയിക്കപ്പെട്ട നാളുകൾ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ കൃപകൾ കടന്നു വരട്ടെ. ദൈവ വിഷയമായി സമ്പന്നരായി തീരട്ടെ. ഇടിഞ്ഞ മനസ്സുമായി, തകർന്ന മനസ്സുമായി ആരും ഇരിക്കാതെ ശക്തിയോടെ ഈ അന്ത്യനാളുകൾ ദൈവത്തിൻ്റെ വേല ചെയ്ത് ദൈവത്തിൻ്റെ ഹിതം നിവർത്തിപ്പാൻ സകലരുമേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും ആധാരമായ സകല നന്മകളാലും എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, യേശുവിൻ്റെ നാമത്തെ സ്വർഗ്ഗത്തിൽ സമർപ്പിക്കുന്ന പിതാവേ, കേട്ടുത്തരമരുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.